ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 21ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഓപ്ഷൻസ് 20 ഡിഗ്രി, 25 ഡിഗ്രി, 30 ഡിഗ്രി, 35 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ സി 30 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ബി.എൻ. റാവു. ശരി ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1857 1858 1859 അതോ 1860? ശരി ഉത്തരം ഓപ്ഷൻ ബി 1858. അടുത്ത ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് മുംബൈ, പനാജി, കൊച്ചി, വിശാഖപട്ടണം. ശരി ഉത്തരം ഓപ്ഷൻ സി കൊച്ചിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് എക്കൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ആറാമത്തെ ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഡാഷ്. ഓപ്ഷൻസ് പെരികാർഡിയം, പ്ലൂറ, മെനിഞ്ചസ്, ഡയഫ്രം. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറയാണ്. ഏഴാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? വൃത്താകൃതിയാണോ, സമചതുരാകൃതിയാണോ, അർദ്ധവൃത്തമാണോ, ത്രികോണമാണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി ത്രികോണ ആകൃതിയാണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ, ബീഹാർ, ഒഡീഷ, മഹാരാഷ്ട്ര. ശരി ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ ആണ്. ഒൻപതാമത്തെ ചോദ്യം, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻസ് വില്യം ബെന്റിക്, ഡൽഹൌസി, വാറൻ ഹേസ്റ്റിംഗ്സ്, വെല്ലസ്ലി. ശരി ഉത്തരം ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. പത്താമത്തെയും അവസാനത്തെയും ചോദ്യമാണ് ഈ സെറ്റിലെ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചാലിയാർ പുഴ, ഓപ്ഷൻ ബി ചാലക്കുടി പുഴ, ഓപ്ഷൻ സി മുതിരപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ശരി ഉത്തരം ഓപ്ഷൻ സി മുതിരപ്പുഴയാണ്. എത്ര എണ്ണം ശരിയായി എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.